ഗവൺമെൻറ് ആര് മയക്കുമരുന്ന് ഉപയോഗിച്ചാലും കൊണ്ടുവന്നാലും വിതരണം ചെയ്താലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇത്രയും കാലം ഈ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് കേരളം ഈ മയക്കുമരുന്നിൻ്റെ ഒരു താവളമായി മാറിയത്. കഴിഞ്ഞ 9 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് എന്തുകൊണ്ട് ഈ ലഹരി മാഫിയയുടെ വേരറക്കാൻ കഴിഞ്ഞില്ല? ഏത് പാർട്ടിയിൽപ്പെട്ടവരും ആകട്ടെ, അല്ലെങ്കിൽ ഏത് സംഘടനയിൽപ്പെട്ടവരാകട്ടെ, ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപകമായ മയക്കുമരുന്ന് സംഘങ്ങളെ നിയന്ത്രിക്കാനോ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായൊരു കാര്യം. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് ഒരു പരിപാടി കൊണ്ടുവന്നു. പ്രശസ്ത സിനിമാ നടൻ മമ്മൂട്ടിയായിരുന്നു എൻ്റെ ബ്രാൻഡ് അംബാസിഡർ. ശക്തമായ നടപടി സ്വീകരിച്ചപ്പോൾ ഈ മാഫിയകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഗവൺമെൻറ് മാറി, ആ പദ്ധതി അവസാനിച്ചു. പിന്നീട് ഒരു നടപടിയും കഴിഞ്ഞ 9 വർഷമായി ഉണ്ടായില്ല. അതിൻ്റെ പരിണത ഫലമാണ് കേരളം ഇന്ന് ലഹരി മാഫിയയുടെ താവളമായി മാറിയത്. അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർക്കാരിൻ്റെ ശക്തമായ നടപടികൾ ഉണ്ടാകണം. അത് പറച്ചിലല്ല ഉണ്ടാകേണ്ടത്, നടപടിയിലൂടെയാണ് ഉണ്ടാകേണ്ടത്. സർക്കാരും പോലീസിന് സ്വാതന്ത്ര്യം കൊടുക്കണം. പോലീസിന് സ്വാതന്ത്ര്യം കൊടുത്താൽ കളമശ്ശേരിയിൽ ഉണ്ടായതുപോലെ റെയ്ഡ് ചെയ്ത് ഈ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കാൻ കഴിയും. അങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടും നിർദ്ദേശമില്ലാത്തത് കൊണ്ടുമാണ് പലപ്പോഴും പോലീസ് ഇനാക്റ്റീവായി തീർന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ലഹരി മാഫിയകളെ അമർച്ച ചെയ്യാനുള്ള ഇച്ഛാശക്തിയാണ് ഗവൺമെൻറ് പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ളത്. മറ്റൊരു കാര്യം, KPCCയുടെ പരിപാടിയിൽ G. സുധാകരൻ പങ്കെടുത്തത് ഞങ്ങളുടെ ക്ഷണപ്രകാരമാണ്. അതിലൊരു തെറ്റുമില്ല. അത് ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും സമാഗമത്തിൻ്റെ 100 വർഷം പൂർത്തിയായപ്പോൾ അതിന് രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ നടത്തിയൊരു പരിപാടിയാണ്. അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ G. സുധാകരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സൈബർ സഖാക്കൾ ആ പ്രവർത്തനം അവസാനിപ്പിക്കണം. അത് ഒരു പൊതുജീവിതത്തിൽ നിൽക്കുന്ന വ്യക്തികളോട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. നമ്മളൊക്കെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ സുധാകരനാണ് എല്ലാ പൊതുപരിപാടിയിലും ആലപ്പുഴയിലും കേരളത്തിലും പങ്കെടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവിനെ ഇത്തരം വളരെ മോശമായി പാർട്ടി സഖാക്കൾ തന്നെ അദ്ദേഹത്തെ സൈബർ ഇടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നത് അപലപനീയമാണ്. അത് അവസാനിപ്പിക്കാൻ പാർട്ടി നേതൃത്വം മുൻകൈ എടുക്കുകയാണ് വേണ്ടത്. അല്ലല്ല, ആദ്യം പിടിയിലായി കേരളം മുഴുവൻ പിടിയിലാകുന്നത് SFIയിലാണ് ബഹുഭൂരിപക്ഷവും. പിന്നെ ഒരു മിനിറ്റ് നിങ്ങൾ ചോദിച്ചില്ല, ഞാൻ മറുപടി പറയട്ടെ വേണ്ടേ? അല്ല, നിങ്ങൾ ചോദിച്ചാൽ. അപ്പോൾ ആദ്യം സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ഉണ്ടായി. 140 പേര് വളഞ്ഞിട്ട് ഒരു നഗ്നനായ ഒരു വിദ്യാർത്ഥിയെ 2 ദിവസക്കാലം പീഡിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് കൊലപാതകമോ അതോ ആത്മഹത്യ ഉണ്ടായത്. ഇവിടെ നടക്കുന്ന റാഗിങ്, അതിനകത്ത് മുഴുവൻ പ്രതികൾ SFIക്കാരാണ്. കോട്ടയത്ത് ഗവൺമെൻറ് ദന്തൽ കോളേജിൽ, ആ നഴ്സിംഗ് കോളേജിൽ നടന്ന കോമ്പസ് കൊണ്ട് ശരീരം മുഴുവൻ കീറി അവരുടെ ശരീരത്ത് ഫെവിക്കോൾ ഉപയോഗിച്ചു. പ്രതികൾ മുഴുവൻ SFIക്കാരാണ്. ഇവിടെ കാര്യവട്ടം ക്യാമ്പസിൽ റാഗിങ് ഉണ്ടായി, അതിൻ്റെ പിന്നിലും SFIക്കാരാണ്. അതിനെല്ലാം പിന്നിൽ ലഹരിയുണ്ട്. കളമശ്ശേരിയിലും പിടിച്ചത് SFIക്കാരാണ്. അത് പറയും മുൻകാലത്ത് KSUക്കാർ തൻ്റെ റൂമിൽ താമസിക്കുന്ന SFIക്കാരുടെ KSUക്കാരുടെ റൂമിൽ SFIക്കാരുടെ റൂമിൽ KSUക്കാർ താമസിച്ചു എന്നാണെങ്കിൽ അവരുടെ പേരിൽ നടപടി എടുക്കട്ടെ. ആരാ അതിനെ എതിർക്കുന്നത്? ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ചെയ്യുന്ന ആളുകളുടെ മുഖം നോക്കാൻ നടപടിയെടുക്കട്ടെ. ഞാൻ അതിൻ്റെ ഭാഗത്താണ്. പക്ഷേ ഭൂരിപക്ഷം കേസുകളിലും SFI ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അവരൊരു സംഘടന എന്ന നിലയിൽ അവരതിനെ നിയന്ത്രിക്കണം. ഇന്നലെ ആ കുട്ടിയെ പുറത്താക്കിയത് നന്നായി, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ വൈര്യത്തിനപ്പുറം നമ്മൾ ഈ ലഹരി മാഫിയയെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിനകത്ത് ഞാൻ ഇത്രയും സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ഒരു കേരളം പോലൊരു സംസ്ഥാനത്ത് ക്യാമ്പസുകളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ SFIയുടെ പങ്കാളിത്തം ഞാൻ ചൂണ്ടിക്കാണിച്ച കേസിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവരതിനെ തിരുത്തണമെന്നാണ് പറയുന്നത്. അത് തെറ്റാണോ? KSUക്കാരുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി എടുക്കട്ടെ. ആര് പറഞ്ഞു എടുക്കരുതെന്ന്? KSU പ്രസിഡന്റ് തന്നെ പറഞ്ഞല്ലോ ഉണ്ടെങ്കിൽ നടപടി എടുത്തോളാൻ.
അപ്പോൾ ഇന്ന് കേരളം ലഹരിയുടെ ലഹരി മാഫിയയുടെ പിടിയിലാകുന്നത് നമുക്ക് സമൂഹത്തിനും ഒട്ടും ഗുണകരമല്ല. അതിനെതിരെയുള്ള ക്യാമ്പയിൻ മാത്രം പോരാ, സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. പോലീസ് വിചാരിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് ഈ ലഹരി മാഫിയയുടെ വേറിറക്കാൻ കഴിയും. അത് ചെയ്യാനുള്ള ഇച്ഛാശക്തിയാണ് മുഖ്യമന്ത്രിയും ഗവൺമെന്റും പ്രകടിപ്പിക്കേണ്ടത്.